നമസ്കാരം. SV ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ ദിവസമായിരുന്നു മുഖ്യമന്ത്രി VD സതീശൻ്റെ പത്രസമ്മേളനം നടന്നത്. ഈ പത്രസമ്മേളനം നമ്മൾ മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ അതിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച നർമ്മരസമാണോ പരിഹാസമാണോ, മാധ്യമങ്ങളോടൊക്കെ നീയൊക്കെ വേറെ പോയി പണി നോക്കടാ എന്നുള്ള വാക്കുകളാണോ എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അതിലേറെ തമാശാപൂർവം അദ്ദേഹം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതായത് പറഞ്ഞ തമാശകൾ, അത് സർക്കാസമായിട്ടോ ഒക്കെ നമുക്ക് വിലയിരുത്താൻ കഴിയും. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ആറ്റിങ്ങലിൽ ഒരു പ്രിൻസിപ്പലിനെ, സ്കൂൾ പ്രിൻസിപ്പലിനെ, അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ, അതായത് VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ഫോട്ടോ, ഖജനാവിൽ പൂച്ച വെച്ച് കിടക്കുന്നു എന്ന് പറയുന്ന VD സതീശൻ്റെ വിശ്വവിഖ്യാതമായ ആ ഡയലോഗ് കോട്ട് ചെയ്തുകൊണ്ട് നടത്തിയ ഒരു കാർട്ടൂൺ സമാനമായ ഒരു ചിത്രം, ആ ചിത്രം ഷെയർ ചെയ്തു പോയി എന്ന് പറഞ്ഞുകൊണ്ട് ആറ്റിങ്ങലിലെ ഒരു പ്രിൻസിപ്പൽ, സ്കൂൾ പ്രിൻസിപ്പലിനെതിരായി നടപടി വളരെ വേഗത്തിൽ, അതായത് വിരമിക്കാൻ വെറും ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു നടപടി ഉണ്ടായി. എന്നാൽ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് ചോദിച്ചു. കാരണം അത് ഒരു നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് ആണ് താനെന്ന് 1000 ആവർത്തി പറഞ്ഞിട്ടുള്ള ഒരാൾ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയായ VD സതീശൻ, അല്ലെങ്കിൽ പൂക്കി മുഖ്യമന്ത്രി. ഈ പൂക്കി മുഖ്യമന്ത്രി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എന്തുകൊണ്ടാണ് അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് ആണ് എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അതായത് ഈ നെഹ്റുവിനൊരു സ്വഭാവം ഉണ്ടായിരുന്നു. ശങ്കർ എന്ന് പറയുന്ന കാർട്ടൂണിസ്റ്റിനെ അങ്ങോട്ട് വിളിച്ചിട്ട് പരിഭവം അറിയിച്ചു. എന്തിനാണ് ആ പരിഭവം എന്ന് ചോദിച്ചാൽ, തൻ്റെ കാർട്ടൂൺ വരയ്ക്കാത്തത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചിരുന്നു അത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ നിലപാടിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരാളാണ് താൻ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയായിരുന്നു പൂക്കി മുഖ്യമന്ത്രി ചെയ്തത്. പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ചോദിക്കുന്ന ഏത് ചോദ്യത്തിനും മടിച്ചു നിൽക്കാതെ, അറച്ചു നിൽക്കാതെ ഞാൻ മറുപടി പറഞ്ഞിരിക്കും. ഏത് കാര്യവും, അതായത് മുഖ്യമന്ത്രി ആകുന്നതിന് മുൻപ് നാഴികയ്ക്ക് 40 വട്ടം മാധ്യമ സ്ഥാപനങ്ങളിലേക്ക് വിളിച്ച് എനിക്ക് ബൈറ്റ് തരാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്ന VD സതീശൻ എന്ന് പറയുന്ന മുൻ പ്രതിപക്ഷ നേതാവിനെ അല്ല ഇപ്പോൾ ജനങ്ങൾ കാണുന്നത്. പകരം മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അർഹിക്കുന്ന അല്ലെങ്കിൽ അതിനപ്പുറത്തേക്കുള്ള പരിഹാസം കലർന്ന മറുപടികളാണ് ഇന്ന് VD സതീശൻ നൽകിക്കൊണ്ടിരിക്കുന്നത്. മറുപടി പറയേണ്ട നിരവധി വിഷയങ്ങൾ സതീശന്റെ മുന്നിലുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായിരുന്നു സംസ്ഥാനത്തെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ നടന്ന ED റെയ്ഡ്. എന്തുകൊണ്ടാണ് 12 തവണ മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടും എന്തുകൊണ്ടാണ് മറുപടി ഇല്ലാതിരുന്നത്? കാരണമുണ്ട്. അതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണം, ഈ റെയ്ഡിനെ അനുകൂലിച്ചുകൊണ്ട് സംസാരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. റെയ്ഡ് നടന്നത് നല്ലതാണ് എന്ന് പറയാൻ കഴിയില്ല. റെയ്ഡ് നടന്നത് നല്ലതാണ് എന്ന് പറഞ്ഞാൽ അത് ദേശീയ നിലവാരത്തിന് അപ്പുറത്തേക്ക് നിൽക്കുന്ന ഒന്നാണ്. റെയ്ഡ് നടന്നത് മോശമാണെന്ന് പറയാനും VD സതീശനെ കൊണ്ട് പറ്റില്ല. കാരണം റെയ്ഡ് നടന്നത് തെറ്റായ പ്രവണതയാണ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാടിന് വിരുദ്ധമായി മാറും. ഈ 2 കാരണങ്ങൾ കൊണ്ട് VD സതീശന് മൗനം പാലിക്കേണ്ടി വന്നു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെ മാധ്യമങ്ങൾ ചോദിക്കുമ്പോൾ എന്നിട്ട് ഞാൻ പറയേണ്ട മറുപടി പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്, ആ ചോദ്യത്തിന് ഞാൻ മറുപടി പറയണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം തനിക്കുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നാഴികയ്ക്ക് 40 വട്ടം വാഴ്ത്തുപാട്ടുകളുമായി എത്തിയ മാധ്യമ പ്രവർത്തകരുടെ മുഖത്തടിക്കുന്ന മറുപടി കൊടുത്തു. ഇനി നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, അതായത് ആ പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാലും രസകരമാണ്. ആ വിഷയത്തെക്കുറിച്ചല്ല അദ്ദേഹം സംസാരിക്കുന്നത്. ഒരു KSRTC ജീവനക്കാരനായിരുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു അശ്ലീല ചിത്രം പ്രദർശിപ്പിച്ചതിന് അല്ലെങ്കിൽ പോസ്റ്റ് ഇട്ടതിന് അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിനെതിരെ നടപടിയെടുത്തതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നെഹ്റൂവിയൻ കാഴ്ചപ്പാടെന്നും നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെറുതെ ജനങ്ങളുടെ മുമ്പിൽ പുകയടിക്കുക മാത്രമാണ് പൂക്കി മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് സാരമല്ലേ? ഇനിയും നമുക്ക് വേറൊരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇവിടെ മാധ്യമങ്ങളോട് ഈ രീതിയിലായിരുന്നു മറുപടി പറയേണ്ടിയിരുന്നത് എന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് VD സതീശൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നരേന്ദ്രമോദിയെയും, അതായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷായെയും നിർമ്മലാ സീതാരാമനെയും ഒക്കെ കണ്ടതിന്റെ തൊട്ടടുത്ത ദിവസമാണ് കേരളത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ കേരളത്തിൽ റെയ്ഡ് നടക്കുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അപ്പോൾ അദ്ദേഹം പറയുന്ന മറുപടി എങ്ങനെയാണ്? വലിയൊരു തമാശ നടന്നു, പക്ഷേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരിക്കൽ പോലും അതിന്റെ ക്രെഡിറ്റ് എടുത്ത് VD സതീശന്റെ തലയിൽ കൊടുത്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? ഇന്നലെ മുഖ്യമന്ത്രിയായ ഒരാൾ ഈ രീതിയിൽ പ്രധാനമന്ത്രിയെ സ്വാധീനിച്ചുകൊണ്ട് 10 വർഷക്കാലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ഒരാൾക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തു എന്ന് വരുത്തി തീർക്കാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണം പോലും ഉന്നയിച്ചാൽ അത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഏറ്റവും ശക്തനായ ഒരു രാഷ്ട്രീയ നേതാവിനുണ്ടാകുന്ന രാഷ്ട്രീയ കോട്ടം തന്നെയാണ് എന്ന് തിരിച്ചറിയാനുള്ള വിവേക ബുദ്ധി അദ്ദേഹത്തിനുണ്ട്.
പക്ഷേ ചില രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും, ഇടതുപക്ഷ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ഒരു ആരോപണം ഉയർന്നു വന്നിരുന്നു. കാരണം ഡീല് തന്നെ, ശക്തമായ ഒരു ഡീൽ ആരോപണം നേരത്തെ മുതൽ തന്നെയുണ്ട്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അതിന് മറുപടി പറഞ്ഞ എന്താണ്? അതിന് മാധ്യമങ്ങളെ ഇത്രമാത്രം പരിഹസിക്കേണ്ടതുണ്ടോ? ഇത്രമാത്രം മാധ്യമങ്ങളെ പരിഹസിക്കേണ്ടതുണ്ടോ? അവിടെ പറയുന്നത് എന്താണ്? വി ഡി സതീശൻ അവിടെ ചെല്ലുന്നു. വി ഡി സതീശൻ കണ്ടപാടെ പറയുന്നു, അതെ പിണറായി വിജയന്റെ വീടും എല്ലാം കൂടെ ഒന്ന് റെയ്ഡ് ചെയ്യിക്കണം ഇ ഡിയെ കൊണ്ട്. അപ്പം തന്നെ ഉടനെ നരേന്ദ്രമോദി വിളിക്കുന്നു, ഇ ഡിയെ എടുക്കുക പറയുന്നു, ദേണ്ട പോയി റെയ്ഡ് ചെയ്യൂ. അപ്പോൾ വി ഡി സതീശൻ്റെ പിണറായി വിജയന്റെ വീട്ടിൽ മാത്രം മതിയോ? പോരാ, 12 അടുത്ത് വേണം. ഇതൊക്കെ ആ മാധ്യമങ്ങളെ ഒരുമാതിരി കൊള്ളയടിക്കുന്ന സമീപനമല്ലേ ഈ കാണിക്കുന്നത്? ഈ CMRL അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഡി സതീശൻ അടക്കമുള്ള ഇവിടുത്തെ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തകരടക്കമുള്ള മാധ്യമങ്ങളടക്കമുള്ള സ്ഥാപനങ്ങൾ, ക്ഷേത്രങ്ങൾ തുടങ്ങിയ ഒരുപാട് സ്ഥാനങ്ങൾ ഈ CMRL, ഈ ശശിധരൻ കർത്തയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ സത്യമല്ലേ? അതിൽ എത്രയോ ചെറിയ ശതമാനം മാത്രമാണ് വീണ വിജയൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ വീണ തൈക്കണ്ടിയുടെ കയ്യിലേക്ക് എത്തിയിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ മാധ്യമങ്ങൾ ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ചില ഈ യൂട്യൂബ് എന്താ പറയുക, ഫേസ്ബുക്കിൽ ചില നീലക്കുയിൽ പോലെയുള്ള ചില ആൾക്കാരുണ്ട്. അതായത് പണ്ടല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര താരങ്ങൾ, അതും വിശേഷിച്ച് സ്ത്രീകൾ, നടിമാര് നടക്കുന്ന ഭാഗങ്ങളിലൂടെ വളരെ എക്സ്പോസീവായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കുക, എന്നിട്ട് വല്ലാത്ത വൃത്തികെട്ട ഒരു ക്യാപ്ഷനൊക്കെ കൊടുത്തുകൊണ്ട് ഇവരിങ്ങനെ റീച്ച് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ് ഈ നീലക്കുയിൽ പോലെയുള്ള സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ചാനലുകൾ. അത്തരം ചാനലുകളോടാണ് ഈ പൂക്കി മുഖ്യമന്ത്രിക്ക് ഇപ്പോൾ താല്പര്യം. അവരൊക്കെയാണ് ഇപ്പോൾ പൂക്കി മുഖ്യമന്ത്രിയെ എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത്. അത്തരത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പറയുന്ന വീഡിയോ ഇടുക, മ്യൂസിക് അപ്ഡേറ്റ് ചെയ്യുക, പുതിയ പൂക്കി മുഖ്യമന്ത്രി ചെയ്തത് കണ്ടാൽ നിങ്ങളുടെ കണ്ണ് തെള്ളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്യാപ്ഷനൊക്കെ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ഇതൊരു ഈ പറയുന്ന വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരാൾ സത്യത്തിൽ മുഖ്യമന്ത്രിയാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ചില പ്രതീതി നിർമ്മാണം തന്നെയായിരുന്നു എന്ന് പറയേണ്ടി വരും. അത് ഈ തരത്തിൽ പറയുന്ന PR വർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള ചാനലുകളെ കൂട്ടുപിടിച്ചുകൊണ്ട് നടത്തുന്ന പ്രീണന നയം. അപ്പോൾ ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ്. പ്രതീതി സൃഷ്ടിച്ചുകൊണ്ട് കേരളത്തിൽ അത് ഇങ്ങനെയാണ് എന്നൊരു പ്രതീതി വരുത്തുകയാണ്. ഈ പ്രതീതിയിലൂടെ നേട്ടമുണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്ന ഒരു സംവിധാനം, ഒരു പുതിയ രാഷ്ട്രീയ വിപണന തന്ത്രമാണ് ശരിക്കും ഈ വി ഡി സതീശനെ പോലെയുള്ള ഒരാളെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിച്ചത്. കാരണം നമുക്കറിയാം, ഇവിടെ അക്ഷരാർത്ഥത്തിൽ ഒന്നും ഇല്ലാതിരുന്നിട്ട്, ഉദാഹരണം പറഞ്ഞാൽ ഒന്നുമില്ലാതിരുന്നിട്ട് കൂടി ഇവിടെ കേരളത്തിൽ ഏറ്റവും അധികം പറഞ്ഞു പോയ ഒരു പ്രതീതിയായിരുന്നു CPM BJP ഡീൽ എന്ന് പറയുന്നത്. അതിന് ഉപോത്ബലകമായി നമുക്ക് ഒരു തെളിവുകൾ പോലും ഇല്ലാതിരുന്നിട്ട് കൂടി ഈ ഒരു പ്രതീതി കേരളത്തിൽ ജനിപ്പിക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ ഈ പ്രതീതി കേരളത്തിന് അപ്പാടെ വളർത്തുവാൻ സാധിച്ചു. അത് UDF-നെ കൊണ്ട് സാധിച്ചു. അപ്പോൾ അതാണ് പറയുന്നത്, സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി വന്നിട്ടുണ്ടാകും എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. ഇതേപോലെ ഒരു നിരന്തരം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ കള്ളങ്ങളെ ഒരു പ്രതീതിയാക്കി മാറ്റാൻ സാധിക്കുമെന്ന് പറയുന്ന ഒരു കനകോലുവിന്റെ ഒരു എലക്ഷൻ സ്ട്രാറ്റജിയാണ് ശരിക്കും പറഞ്ഞ കേരളത്തിൽ വർക്ക് ചെയ്തും അതിനുവേണ്ടി അദ്ദേഹം കൂട്ടുപിടിച്ചിട്ടുള്ള കുറേ അധികം ഈ പറയുന്ന ഇക്കിളി മാധ്യമങ്ങളുണ്ട്. അപ്പോൾ ആ മാധ്യമങ്ങൾക്ക് പിന്നാലെ തന്നെയായിരുന്നു വി ഡി സതീശൻ എന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. അപ്പോൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ തനിക്ക് മുഖ്യമന്ത്രി എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് തനിക്ക് എത്തിപ്പെട്ടാൻ കഴിഞ്ഞിരുന്നു. അതിനുവേണ്ടി മാധ്യമങ്ങളെ ചവിട്ടുപടിയാക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ മാധ്യമങ്ങളോട് മര്യാദയ്ക്കുള്ള ഭാഷയിൽ കടക്ക് പുറത്ത് എന്ന് പറയുന്നത് വളരെ വൈകാതെ കാണാം. സത്യം പറഞ്ഞാൽ ഞാൻ പറയുന്നത് കേട്ടോണ്ടിരിക്കുക എന്ന് പറയുന്ന നരേന്ദ്രമോദിയുടെ അതേ ആശയം തന്നെയാണ് സത്യത്തിൽ ഇവിടെ വി ഡി സതീശന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ എന്താണ് നരേന്ദ്രമോദി ചെയ്യുന്നത്? നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ മാത്രം ജനങ്ങളോട് ബോധിപ്പിക്കുക. അതെങ്ങനെയാ? മൻ കി ബാത്ത് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലൂടെ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക. തിരിച്ചു ചോദ്യം ചോദിക്കാൻ പാടില്ല. ആ തിരിച്ചു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ തനിക്ക് സൗകര്യമില്ല എന്ന് തന്നെ ജനങ്ങളോട് വിളിച്ചു പറയുന്ന, അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകരോട് വിളിച്ചു പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാളുടെ കേരള പതിപ്പായി മാറുകയാണ് വി ഡി സതീശൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.